ഷാനിക്കെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ഓ നമുക്ക് അധികം നേരം ഇങ്ങനെ നിർത്താൻ പറ്റില്ല, അതാ. അപ്പൊ ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, വേഗം വാ. ഷാനിക്ക, ഒട്ടും ടെൻഷൻ ഇല്ല അല്ലേ? ആ സൗണ്ട് ഒന്ന് കേട്ടോ. എന്തിനാ ടെൻഷൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല. നന്നായി വേർക്കുന്നുണ്ടല്ലോ. ഇല്ല. ഷാനിക്കക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാ. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ്. ഓക്കെ, ഭയങ്കര ക്ലൂ ഒന്നും ഞാൻ തരില്ല. ആൾ ആരാണെന്നുള്ളത് നമ്മളിപ്പോ കണ്ണ് കെട്ടും ഞാൻ ഷാനിക്കയുടെ. എന്നിട്ട് ഞാൻ ഇവിടെ ആളെ കൊണ്ടു നിർത്തും. എന്നിട്ട് ഒന്ന് തൊട്ടൊക്കെ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അത് കൊള്ളാലോ. ഓക്കെ, അപ്പൊ കണ്ണ് കെട്ടി. ഇനി നമുക്ക് ആളെ കൊണ്ടുവരാം. ഷാനിക്ക, ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൈ തരാൻ പോവാ. ഒരു മയത്തിലൊക്കെ ഒന്ന് മര്യാദക്ക് പിടിക്കണം. ആണോ? ആ, ഇത് ഇമ്മണി വലിയ കൈയാണല്ലോ. ഇതുപോലത്തെ ഒരു കൈയല്ല പ്രതീക്ഷിച്ചല്ലേ. ആണാണെന്ന് ഉറപ്പിച്ചല്ലേ? ആണാന്ന് ഉറപ്പിച്ച് എഴുതുന്ന കൈയാണോ? അതൊന്നും ഞങ്ങള് പറയില്ല. നീ ഏതെങ്കിലും ക്ലൂ അടി. ഷാനിക്കയ്ക്ക് ഇപ്പൊ കൈ തൊട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, കൈ തൊട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്നാ ഞാൻ ക്ലൂ തരട്ടെ. ക്ലൂതാ. കോഴിക്കോടുണ്ട്, പാലക്കാടില്ല. കോഴിക്കോടുണ്ട്, പാലക്കാടില്ല. ആടിലുണ്ട്, ആട് ജീവിതത്തിലില്ല. മതിയാ? ഇനി വേണോ? ഡോക്ടറാണോ? അതെ. അതെ. ഹോമിയോ ഡോക്ടറാണോ? അതെ. വെൽക്കം മിസ്റ്റർ മനു മഞ്ചേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ്? അടിപൊളി. നമ്മള് എന്ന് പറയുന്നത് എന്താ പറയാ, കരിയറിന്റെ പല ഭാഗങ്ങളിലും ഒരുമിച്ചുണ്ടായ രണ്ടാളുകളാണ്. നമ്മൾ ഒരുമിച്ച് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഞങ്ങൾ ഇപ്പൊ കൂടെ പറഞ്ഞോളൂ, ഷാനിക്കയുടെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് മൺചേട്ടനാണ്. ഓക്കെ, പറയൂ നിങ്ങളുടെ ആ ഒരു ആത്മബന്ധത്തെ കുറിച്ച്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മന്ദാരമേല് തുടങ്ങി, ആടില് നമ്മളുടെ എന്താ പറയാ വേറെ സാധനം നിങ്ങളുടെ രണ്ടുപേരുടെ അഴിഞ്ഞാട്ടമാണ്. അപ്പൊ അതിനിടയ്ക്ക് ഓർമ്മയുണ്ടോ മുഖം ചെയ്തില്ലേ? ഓർമ്മയുണ്ടോ മുഖം. എന്റെ ഫസ്റ്റ് സോങ് മനുചേട്ടനും ഷാനിക്കയുടെ കോമ്പിനേഷനിലായിരുന്നു ഞാൻ പാടിയത്. പിന്നെ അതിനുശേഷം നമുക്ക് തിരുവാമണി രാവ് ചെയ്യാൻ പറ്റി. തിരുവാമണി രാവ് വേറെന്താ വേണ്ടത്? ഏത് ഓണം വന്നു ഇവന്റെ വരിയാണ് എല്ലാവരും പാടുന്നത്. ഫസ്റ്റ് ലൈനിലെ ആ സംഗീതത്തിലെ കംപ്ലീറ്റ് മലയാളം വന്നു കഴിഞ്ഞു. അവിടെ കേരളത്തെ ആ ഉത്സവം പിന്നെ പറഞ്ഞിട്ടുണ്ട് ഷാനക്ക് ആദ്യം വായിച്ചത് തന്നെ ഈ ട്യൂണിലാണ്. അതെ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാല് എടാ മനു ഇത് അവനെ ഏൽപ്പിക്കാം, വിശ്വസിച്ചിട്ട് നമുക്ക് ഏൽപ്പിക്കും. ഇപ്പൊ ഈവൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പറഞ്ഞ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ആന്തം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. അതൊരു തട്ടിക്കൂട്ട് പരിപാടി അല്ലാതെ എനിക്കതൊരു പ്രോപ്പർ ആന്തമായിട്ട് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാനത് കൊടുത്ത ആദ്യത്തെ വ്യക്തി ഇതാണ്. ഞാൻ രണ്ടാമത് ചിന്തിച്ചിട്ടില്ല. കിടിലോസ്കി സാധനം എനിക്ക് എഴുത്തന്നു. ചില വരികൾ ഇതുപോലെ മനുഷ്യന്റെ കൂടെ, ഇപ്പൊ ഷാനിക്കയുടെ കൂടെ ഒരുപാട് കോമ്പിനേഷൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇതുപോലെ കിളിയെ പാടിയപ്പം അഴകെ ചങ്കുലയ്ക്കണ ചോദ്യം, ഇത് അവിടെ ഒരു എൻട്രി ഉണ്ട്. ഇതാണ് പറഞ്ഞത് ഹരി, ഒരു എൻട്രി ഉണ്ട് അവിടെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു എൻട്രി പാടണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു വരികൾ വേണം. ആ വരികളാണ് ശരിക്കും അതിൽ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയത്. എനിക്ക് തോന്നുന്നു മനുഷ്യൻ ഇവിടെ നിൽക്കുമ്പോ ഹരിച്ചേട്ടൻ ആ കിളിയെ ഒരു 2 ലൈൻ പാടണം. ഞാൻ ഒരുപക്ഷെ കിളിയേക്കാളും എനിക്ക് ഈ ഒരു മൊമെന്റിൽ പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പയ്യെ പയ്യെ എന്ന് പറഞ്ഞ പാട്ടാണ്. നമ്മുടെ പാട്ട് ഇക്കയും മനുചേട്ടനും കൂടി എഴുതി, എന്താ പറയാ, തിയേറ്ററിൽ ആദ്യമായിട്ട് പോയിരുന്ന എന്റെ ശബ്ദം കേട്ട സോങ് അതായിരുന്നു. അപ്പൊ എനിക്കത് ഞാൻ ഈ വേദി പാടിയിട്ടില്ല. ഇതാണ് അതിന്റെ മൊമെന്റ്. തെന്നൽ വിരലാൽ മെല്ലെ തഴുകും മേലെ മേയും നീലമുകിലും നിൻവേളി നാളിൽ ചേർന്നലിയേ തങ്കക്കസവിൽ തിങ്കൾ കലയായി വിരിയൂ സുന്ദരി.
പയ്യെ എൻ പുത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ ചൊല്ലി പുഞ്ചിരി താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടേറാൻ പോരുകില്ലേ പ്രിയങ്കരി പ്രിയങ്കരി ഈ വീടിന്നവൾ പ്രിയങ്കരി 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 താങ്ക് യുടാ, താങ്ക് യു, താങ്ക് യു. ഞാനാണ് നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. ഇതുപോലൊരു പാട്ട് എനിക്ക് തന്നതിന് നല്ലൊരു പാട്ട്. 2 ഗ്രേറ്റ് കമ്പോസേഴ്സിനും താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബിനി ചേച്ചി 2 ഫ്രണ്ട്സിനെയാണ് നമ്മളിവിടെ കണ്ടതിപ്പോ. അത് 2 ചെറിയ ഫ്രണ്ട്സ് അല്ല, വലിയ എന്താ പറയണ 2 ഗ്രേറ്റ് മ്യൂസീഷ്യൻസ്, കമ്പോസേഴ്സ്, എന്ത് പറയാം, ലിറിസിസ്റ്റ്. 2 പേരുടെയും കൂടെ ആ ഒരു യോജിപ്പ്, എന്താ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ എന്ന് പറയും. ഒരു ആൾ ആ അതെ. അങ്ങനെ 2 പേരെയും ഈ ഒരു സ്റ്റേജിൽ കണ്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു, താങ്ക് ഞാൻ യു ഒരുപാട് ചേച്ചി. ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിന്റെ 2 ക്രിയേറ്റേഴ്സിനെ കാണുമ്പോൾ അതിലേറെ ഭയങ്കര സന്തോഷം. മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സന്തോഷിപ്പിക്കട്ടെ. അങ്ങനെ അത് ഞാൻ മനസ്സാലെ, നിങ്ങൾ എന്റെ ചെറുതായിരിക്കുന്നാണല്ലോ എന്റെ ആശീർവാദം. Thank you, and thank you prayers. so much. Thank you. ഉറപ്പായിട്ട് വരണം. ഇനിയും നിങ്ങളുടെ കോമ്പോയിൽ ഒരുപാട് പാട്ടുകൾ ഉറപ്പായിട്ടും, ഞങ്ങൾക്ക് വേണം. ഉറപ്പായിട്ടും അമൃത ഉടനെ കൂടും. യെസ്. അപ്പൊ താങ്ക് യു സോ മച്ച് മഞ്ചേട്ടാ. Thank you. പറ്റുമ്പോ ഇടയ്ക്ക് ഒന്ന് ഗസ്റ്റ് ആയിട്ടൊക്കെ വരാം. അപ്പൊ പക്ഷെ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ആദ്യമായിട്ടാണ്. അപ്പൊ അതിന് അമൃത ടിവിയോട് Thank you, അമൃത TV. യെസ്. Thank you, പക്ഷെ സതീഷ് ഭായ്. പോകുന്നതിന് Thank you, മുന്നേ superstar. മഞ്ചേട്ടാ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ചെറിയൊരു സ്നേഹാദരവ്. കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണി